ഇങ്ങനെയൊക്കെ എന്താ ചെയ്യണേന്ന് നോക്കും. എന്റെ ചേച്ചി 7 ദിവസം കൊണ്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ് പോയവളാ. 8-9 മാസം കണ്ടവന്റെ കൂടെ കറങ്ങേച്ച് വന്നേക്കണം. അവക്കടെ കെട്ടിയനെ കൊണ്ട് കൊണ്ടു ഞാൻ എന്റെ കെട്ടിയനെ ആട്ടിച്ച് ചപ്പക്കുറ്റി പൊട്ടിച്ചാൽ. അതേ ചേച്ചി, അവനൊരു പെങ്കോന്തരാന്നാ തോന്നണേ. ഈ അന്യപുരുഷന്മാരുടെ കൂടെ കറങ്ങി നടക്കണേ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നല്ല. അതിന് ഭേദവളായാലും ശരി. അതെ, 7-8 മാസേ അവള് ഒരുത്തന്റെ കൂടെ ഒറ്റയ്ക്കായിരുന്നില്ലേ. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ ഇതൊന്നും നടക്കൂല. അതെന്താ അങ്ങനെ ഒരു ബസ്സില്? എന്റെ കുടുംബത്തിലാണെങ്കിലും അതൊന്നും നടക്കൂല. അല്ല, അത് ഞാൻ ചേച്ചിയുടെ കുടുംബത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവളുടെ കുടുംബത്തിലെ പോലെ ഞങ്ങളുടെ കുടുംബത്തിലില്ലാന്നാ പറഞ്ഞേ. എന്തായാലും ആ വീട്ടുകാരിന് മറ്റുള്ളവരെ നോക്കാം, എങ്ങനെ നോക്കാം? അതെ, എന്റെ ചേച്ചി അവിടെ ലിവിങ് ടുഗദർ ആയിരുന്നു കേട്ടെ. ആണോ? അങ്ങനെയാണ് ഈ അടുത്തലക്കം വിനീതയും മഹാലക്ഷ്മിയും നമുക്ക് മേടിക്കാം. അവരാകുമ്പോ എല്ലാം ചോർത്തിയെടുക്കും. ശരി ചേച്ചി, ഞാൻ ഇന്ന് തന്നെ ആ പത്രക്കാരൻ ഷാജിയെ വിളിച്ച് പറയാം അടുത്തലക്കം വിനീതയും മഹാലക്ഷ്മിയും ഇടണമെന്ന്. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ കുറെ നേരമല്ലോ കുണുകുണാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. ആരുടെ കാര്യം അത്? എടാ, ബഹിരാകാശത്ത് പോയില്ലേ സുനിത വില്യംസ്, അവക്കടെ കാര്യമാണ് പറഞ്ഞത്. എടാ, നിന്റെ അളിയൻ സ്റ്റുഡന്റ് വിസയിൽ ബഹിരാകാശത്തേക്കല്ലേ പോയേക്കണേ, അവനോടൊന്ന് അന്വേഷിക്കാൻ പറ. അത് ബഹിരാകാശത്തല്ല, ഓസ്ട്രേലിയയില് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ. എന്തായാലും ആകാശമായി ബന്ധപ്പെട്ടതല്ലേ, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതെ, ബഹിരാകാശത്തെന്നൊക്കെയാ പറഞ്ഞത്. ആർക്കറിയാം. അവൾ അവിടെ നിന്ന് വന്നപ്പോ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവോ? ഉണ്ടെന്ന് കാണായിരുന്നു ചേച്ചി. എന്തായിരിക്കും അവിടെയൊക്കെ ഇപ്പൊ കല്ല? അവിടെ ഒന്നിനും വെയിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഭൂമിയിൽ വരുമ്പോ നല്ല കിലോ കാണും. നീയിപ്പൊ വില്യംസ് അവളെ 2 കൈ നീട്ട് സ്വീകരിച്ചാ മതിയായിരുന്നു. നിർത്തണ്ട രണ്ടെണ്ണം കൂടെ. ധീര വനിതയെ പറ്റിയ കടവടാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു ആവശ്യമില്ലാട്ട്. ഒന്ന് പോരാടുന്നു ചേച്ചി. വേറെ വല്ല ന്യൂസും കിട്ടിയാ പറയണോട്ടോ. ഞാൻ നെറ്റിലൊന്നും തപ്പട്ടെ, കിട്ടാതിരിക്കില്ല. നമസ്കാരം. ശ്രീമതി സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് പ്രേക്ഷക പ്രതികരണം എന്താണെന്ന് അറിയാം. ചേട്ടാ, എന്ത് തോന്നുന്നു ശ്രീമതി സുനിത വില്യംസ് ഇത്രയും നാളുകൾക്ക് ശേഷം ഭൂമിയിലെത്തിയതിനെ പറ്റി? വളരെ സന്തോഷം. ഒരുപാട് നാളോടെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ പാവം. വളരെ സന്തോഷം ചേട്ടാ, പ്രതികരണത്തിന് നന്ദി. ഇത് നമുക്ക് ലോകം മുഴുവൻ കാണുന്ന ഒരു ചാനലാണല്ലോ. ഒരുപക്ഷെ സുനിത വില്യംസും ഇത് കണ്ടേക്കാം. ചേട്ടന് പ്രത്യേകിച്ച് സുനിത വില്യംസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ചോദിക്കാനുണ്ട്. മാഡം, സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ബഹിരാകാശത്തെ സാധനം ഇതുവരെ അടിച്ചിട്ടില്ല, അവരുടെ അടുത്ത് വെച്ചേക്കണം. നമസ്കാരം സുനിത മാഡം, എൻ്റെ പേര് സുനിതാമ്മ. മാഡം ലാൻഡ് ചെയ്തത് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ കാത്തിരിക്കുക. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാ. നിങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ ആണല്ലോ ഇൻഷുറൻസ് അത്യാവശ്യം. ഇനിയിപ്പോൾ ആ ബഹിരാകാശത്തെങ്ങാനും വെച്ച് തട്ടിപ്പോയാലും കെട്ടിയോനും പിള്ളേർക്കും ഒക്കെ കഞ്ഞി പിടിച്ച് ജീവിക്കാൻ പറ്റുമല്ലോ. 10 ലക്ഷത്തിന്റെ ഉണ്ട്, പിന്നെ 20 ലക്ഷത്തിന്റെ ഉണ്ട്, 1 കോടിയുടെ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ ക്ലെയിം തുടങ്ങുക. എന്നാ പിന്നെ